അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. PSC പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആദ്യമായി ഈ ഒരു അവസരത്തിനും ഇതിലേക്ക് എന്നെ എത്തിച്ച ഒന്നിനു പുറകെ ഒന്നായി വന്ന അനുഗ്രഹങ്ങൾക്കും സൃഷ്ടാവായ അള്ളാഹുവിനോട് ഞാൻ നന്ദി പറയുകയാണ്. അൽഹംദുലില്ലാ. ഇനി വരാനിരിക്കുന്ന വ്യത്യസ്ത LP, UP, HSA വ്യത്യസ്ത ജില്ലകളിലേക്കുള്ള PSC പരീക്ഷകളെ മുന്നിൽ കണ്ട് അതിലേക്കൊരു കൃത്യമായ തയ്യാറെടുപ്പ്, ഒരു ചിട്ടയായ പഠനത്തിലേക്ക് ഫോക്കസിന്റെ കൂടെ ആ ഒരു യാത്ര തുടങ്ങാൻ സന്നദ്ധമായിരിക്കുന്ന ആളുകളാണ് എന്നെ കേൾക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ വിഷയത്തിലുള്ള ക്ലാസ്സുകൾക്കും ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള നോട്ടുകൾക്കും ഇടക്കുള്ള ഇതുപോലെയുള്ള മുൻ അനുഭവങ്ങളുള്ള ആളുകളുടെ സംസാരങ്ങൾക്കും ഇടക്കിടക്കുള്ള സുലൈമാൻ സാറിന്റെയും ഖാലിദ് സാറിന്റെയും ഒക്കെ മോട്ടിവേഷനും എല്ലാം പരീക്ഷ വരെയും അല്ലെങ്കിൽ ജോലി കിട്ടും വരെയും ഫോക്കസിനെ അവലംബിക്കാം, ഫോക്കസിന്റെ കൂടെയാകാം ഈ ഒരു യാത്ര എന്ന നിങ്ങളെടുത്ത ആ തീരുമാനം, അത് ഏറ്റവും ഉചിതമായ ഒന്നാണ് എന്ന് ആദ്യം തന്നെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്തരം തീരുമാനമെടുത്ത പലരുമാണ് എനിക്ക് മുന്നേ ഈ ഒരു വിക്ടേഴ്സ് സ്റ്റോക്കിലും അതുപോലെ മറ്റു റാങ്ക് ഹോൾഡേഴ്സ് സ്റ്റോക്കുകളിലും അച്ചീവേഴ്സ് സ്റ്റോക്കുകളിലൊക്കെ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചത്. അൽഹംദുലില്ലാ, ഞാനും അത്തരം ഒരു തീരുമാനമെടുത്ത് ആ ലക്ഷ്യം പൂർത്തീകരിച്ച ഒരാളാണ്. അപ്പോൾ എന്നെ കുറിച്ചോ ഞാൻ എന്താണ് നേടിയത് എന്നോ ഫോക്കസിന്റെ മഹിമ എത്രത്തോളാണെന്നോ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ചുരുക്കി ഒന്ന് പറയാം. അതായത് ആദ്യമായിട്ട് ഞാൻ ഫോക്കസിൽ ചേരുന്നത് CUET കോച്ചിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. രാജ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന എൻട്രൻസ് എക്സാമാണ് CUET. ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒരു തവണയാണ് ഫോക്കസ് ഒരു കോച്ചിങ് നൽകിയത് അറബിക്കിന്റെ. ആ ഒരു ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതിൽ ഫോക്കസിന്റെ കൂടെ കൂടി പഠിക്കുകയും ആ ഒരു സപ്പോർട്ടോട് കൂടി CUET എക്സാമിൽ എൻട്രൻസിൽ നല്ല സ്കോറോടെ ക്ലിയർ ചെയ്യാനും ആ സ്കോർ വെച്ച് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഇഫ്ലു ഹൈദരാബാദിലാണ് എനിക്ക് PG അവസരം കിട്ടിയത്. അത്തരത്തിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠനം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ പഠിക്കാനുള്ള ഒരു അവസരം അതുവഴി കിട്ടി. CUET കോച്ചിങ്ങിന് പുറമെ പിന്നെ ഫോക്കസിൽ ഞാൻ പഠിച്ചത് ഗ്രമാക്കസ് എന്ന പേരിലുള്ള ഗ്രാമർ കോഴ്സാണ്. അതിൽ ഗ്രാമർ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാം എന്നൊരു നിലയിൽ നിന്ന് ഏകദേശം എല്ലാ വിഷയത്തിലും കുറച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് അതിൽ നിന്ന് കഴിഞ്ഞു. ഗ്രമാക്കസിനും അതുപോലെ തന്നെ PSC വിന്നേഴ്സ് ബാച്ചിലേക്കും ഒരുമിച്ചാണ് ഞാൻ ജോയിൻ ചെയ്തത്. 2024 ജൂണിലായിരുന്നു. മെയ് മാസം അവസാനം, ജൂണ് തുടക്കത്തിലായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പോൾ അതിൽ ചേർന്ന് പഠിച്ചത് കൊണ്ട് ശേഷം ഞാൻ ലക്ഷ്യം വെച്ച പരീക്ഷ 2025 ഏപ്രിൽ മാസത്തിലാണ് നടന്നത്, പാലക്കാട് UP. ആ പരീക്ഷയിൽ 2ാം റാങ്ക് നേടാനായി. അതിൽ തന്നെ സർവീസിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിന് പുറമെ ഒരു 3 മാസത്തിന് ശേഷം ഓഗസ്റ്റിൽ നടന്ന പാർട്ട് ടൈം HSA പാലക്കാട് ജില്ലയ്ക്ക് തന്നെ, അതിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് നേടാനും കഴിഞ്ഞു. അതിനും പുറമെ എൻ്റെ 3ാമത്തെ ശ്രമത്തിൽ നെറ്റ് എക്സാമിൽ JRF ക്വാളിഫിക്കേഷനും കൂടി അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതി ഞാൻ എടുത്ത ഒരു തീരുമാനം ഇന്ന് ഇപ്പുറത്ത് എന്നെ ഈ ഒരു സ്ഥാനത്തിലേക്ക് എത്തിച്ചു എന്നതാണ്. എൻ്റെ കേസിൽ ഞാൻ മുഴുവൻ സമയം പഠിക്കുക എന്നുള്ളൊരു മെത്തഡാണ് ഉപയോഗിച്ചത്. പലരും പറയും ഒരു ദിവസം 2 മണിക്കൂർ മതി, അല്ലെങ്കിൽ 3-4 മണിക്കൂർ മാക്സിമം മതി എന്നൊക്കെ പലരും പറയും. ശരിയല്ല. നിങ്ങളുടെ സാഹചര്യം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പലർക്കും പല സാഹചര്യങ്ങളും ഉണ്ടാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം പഠനം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ 2 മാസം ഫ്രീ ആയിരുന്നു, വെക്കേഷൻ ആയിരുന്നു. പിന്നെ ഓഗസ്റ്റ് മാസത്തിൽ പിന്നെ PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അതുവരേക്കുള്ള 2 മാസം സമയം ഞാൻ ഫുൾ ടൈം പഠനം തന്നെ ആയിരുന്നു. പിന്നെ PG ഫസ്റ്റ് സെമ്മർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്ലാസ് ഉള്ള സമയം ഉച്ചവരെ എനിക്ക് PSCയിലേക്ക് ഇരിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് അവസാനത്തെ ഒരു 3 മാസ സമയം ഞാൻ പറഞ്ഞല്ലോ, പലരെയും ഞാൻ കേട്ടു,
പലരുടെ അനുഭവങ്ങളും മുമ്പേ ഈ ഒരു പാതയിലൂടെ വന്ന മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ട് മനസ്സിലാക്കിയപ്പോൾ ഞാനും ആ സമയത്ത് ഷർമിന ടീച്ചറെ, അതുപോലെ തന്നെ അസ്ന ടീച്ചറെ, ഫൗസിയ ടീച്ചർ, അങ്ങനെയുള്ള പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തി. ആ ഒരു രീതിയിൽ അവസാനത്തെ 3 മാസം രാവിലെ 3:30-ക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഉറങ്ങുന്ന സമയം ഉൾപ്പെടെ ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ മാക്സിമം എത്രത്തോളം സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഇത്ര സമയം ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നു, അത് കഴിഞ്ഞാൽ ഞാൻ പഠിക്കില്ല എന്നുള്ളത് മാറ്റി മാക്സിമം സമയം നമുക്ക് പരമാവധി ചെലവഴിക്കാൻ പറ്റുന്ന അത്രയും സമയം ഇതിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് സമയത്തെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന് റിവിഷനെ കുറിച്ചാണ്. റിവിഷൻ നിർബന്ധമാണ്. റിവിഷന് എപ്പോ ചെയ്യണം അല്ലെങ്കിൽ ഏത് ഭാഗം ചെയ്യണം എന്നൊന്നും ആരും നിങ്ങൾക്ക് വന്നിട്ട് പറഞ്ഞുതരാൻ പോകുന്നില്ല. കാരണം അത് ഓരോരുത്തരുടെ പഠനം വ്യത്യസ്ത രീതിയിലാണ്. അത് സ്വന്തം എവിടെ നമുക്ക് ഏത് സമയത്ത് റിവിഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് സ്വന്തം കണ്ട് മനസ്സിലാക്കണം. ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ ഇടക്കിടക്ക് റിവിഷൻ ചെയ്യായിരുന്നു. അത് തീർച്ചയായിട്ടും ഇടക്കിടക്ക് വേണം. ചിലർക്ക് ഒരാഴ്ചയിൽ ഒരു തവണ, അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു തവണ, ഒരു മാസത്തിൽ ഒരു തവണ, അങ്ങനെയൊക്കെ ആയിരിക്കും. ഏതൊക്കെ രീതിയിലായാലും ഇപ്പോൾ ഫുൾ നോട്ട് കണ്ടിട്ട് PDF കിട്ടുമല്ലോ ഫോക്കസിന്റെ, അത് നോക്കിയിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, ഇടക്കാതെ നോക്കിയിട്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് നോട്ടുകൾ കമ്പൈൻ ചെയ്ത് വെച്ചിട്ട് അത് നോക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എഴുതിയ നോട്ട് വായിക്കുകയായിരുന്നു. പല രീതിയിൽ നമുക്ക് റിവൈസ് ചെയ്യാം. റിവിഷന് നമ്മൾ ആദ്യമൊക്കെ റിവിഷൻ ചെയ്യുമ്പോൾ പ്രയാസം തോന്നും. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ കവർ ചെയ്ത് പോയതാണല്ലോ, സ്റ്റിൽ ഇതിലേക്ക് മടങ്ങി വരുമ്പോൾ എന്താണ് ഒരു ക്ലാരിറ്റി കുറവ് എന്താണ് എന്നൊരു പ്രയാസം തോന്നും. അത് ആദ്യം ഉണ്ടാവുകയുള്ളൂ. പിന്നീട് അത് എളുപ്പമായിട്ട് മാറും. അതാണ് റിവിഷന്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ റിവിഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന സമയം കുറഞ്ഞു വരും. അതുകൊണ്ടുള്ള എഫക്റ്റ് കൂടി വരും, ക്വാളിറ്റി കൂടി വരും. അപ്പൊ അതുകൊണ്ട് ഇടക്കിടക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ നമ്മൾ ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടാകും. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. അതായത് മഞ്ഞ അല്ലെങ്കിൽ റോസ്, ഏത് കളർ ആയിക്കോട്ടെ, നമുക്ക് ചെറിയ നോട്ടുകൾ കിട്ടുമല്ലോ ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കി നോട്ട്സ്. അപ്പോൾ അത് നമ്മൾ ചെറിയ ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ പലയിടത്തൊക്കെ ആയിട്ട് അത് ഒട്ടിക്കുക. ഇടക്കിടക്ക് അത് വായിക്കുക. നമ്മൾ ഇടക്കിടക്ക് കാണുന്ന സ്ഥലത്തായിരിക്കണം അത്. ആ കാണുമ്പോൾ നമ്മൾ വായിക്കാനും സന്നദ്ധരാകണം. ആ നിലക്ക് സ്റ്റിക്കി നോട്ട്സ് ഉപയോഗിക്കുക. പലതും നമുക്ക് എഴുതി വെക്കാം. മുഅല്ലഫാത്ത് എഴുതി വെക്കാം, വർഷങ്ങള്, അതുപോലെ തന്നെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ഓരോ അദീബ്മാരുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വേണമെങ്കിൽ അതിൽ എഴുതി വെക്കാം. ഇനി സ്റ്റിക്കി നോട്ട്സിൽ കൊള്ളാത്തത്ര ഡീറ്റെയിൽസ് ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കവിതയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചാർട്ടുകളോ ടേബിളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ഒരു പേജ് തന്നെ എടുത്തിട്ട് അതിൽ എഴുതിയിട്ട് ഒട്ടിക്കുക. അത് ഇടയ്ക്കിടക്ക് വായിക്കുക, കാണുക എന്നുള്ളത് ആ ഒരു കണക്ഷൻ അതിൽ പോകാതിരിക്കാൻ. ഇപ്പോ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തുനിന്ന് ഇപ്പൊ എന്റെ മുന്നിലേക്ക് ഒരു ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഞാൻ ടച്ച് വിട്ടുപോയിട്ട് കുറച്ചധികം മാസങ്ങളായി. അപ്പോൾ ആ ടച്ച് വിട്ടു പോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തില് സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇടക്കിടക്ക് നമ്മളത് കാണണം. ഓരോ പോയിന്റ്സും നമ്മൾ ഇടക്കിടക്ക് കാണണം. അത് യൂസ്ഫുൾ ആണ്. പിന്നെ ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഡിസ്കഷൻസിൽ പങ്കാളിയാകുക എന്നുള്ളതാണ്. അത് പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നേരിട്ട് നമ്മുടെ അയൽവാസികളൊക്കെ ആരെങ്കിലും ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ആരെങ്കിലും തൊട്ടടുത്തുണ്ട് എന്നാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് പറ്റുമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹോസ്റ്റലിലെ റൂംമേറ്റ് അറബിക്ക് നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്കത് വളരെയധികം യൂസ്ഫുള്ളായി. ഇടക്കിടക്ക് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഏരിയാസ് ഡിസ്കസ് ചെയ്യാനും പരസ്പരം ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്കിടക്ക് ആയിരിക്കുന്ന സമയത്തും പുറത്തായിരിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുമ്പോഴും ഏത് സമയത്താണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തെങ്കിലും ചോദിക്കാം, അങ്ങോട്ട് ചോദിക്കും, ഇങ്ങോട്ട് ചോദിക്കും. പരസ്പരം ചോദിച്ചിങ്ങനെ കൂടുതൽ സമയം ഇതന്നെ ആയിട്ട് സംസാരത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അതിന് അവസരമില്ല എന്നാണെങ്കിൽ ഞാൻ അതുപോലെ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അൽമുർഷിദിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നുണ്ട്. നമുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാം. ഏത് സമയത്തായാലും പലരും ചോദ്യങ്ങളിടും. അതുപോലെ നമുക്കതിൽ ചോദ്യങ്ങൾ കൊണ്ടുപോയിടാൻ പറ്റും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ പലരും ചോദിക്കുന്ന സംശയങ്ങൾ ആ ഗ്രൂപ്പിൽ പലരും കൊണ്ടുവന്നിരുന്ന ക്വസ്റ്റ്യൻസ്, അതിന് സംശയങ്ങൾക്ക് പലരും നൽകുന്ന മറുപടികളൊക്കെ ഞാൻ സ്റ്റാർ ഇട്ട് വെക്കും. അത് എൻ്റെ പേഴ്സണൽ ചാറ്റിലേക്ക് ഫോർവേഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാനത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനത് കേൾക്കും. അപ്പോൾ ആ തരത്തിലുള്ള ഡിസ്കഷൻസിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മളത് കേൾക്കുക, നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ അൽമുർഷിദിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ശ്രദ്ധിച്ചിരുന്നു. ടീമുമായിട്ട് അൽമുർഷിദ് ടീമിന്റെ കൂടെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് ഞങ്ങൾ ഗൂഗിൾ മീറ്റിൽ ചേർന്ന് ഇങ്ങനെ ഡിസ്കഷൻ നടത്തുമായിരുന്നു. അങ്ങനെ കുറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഫോക്കസിന്റെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള ഡിസ്കഷൻസ്. അത് കുറെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പേഴ്സണലായിട്ട് സംശയങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആ നിലക്ക് ഒരുപാട് ഡിസ്കഷൻസ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ഗ്രൂപ്പിൽ വരുന്ന ഓരോ സംശയങ്ങളും ഞാൻ ഓരോ മെസ്സേജുകളും വളരെ പ്രധാനപ്പെട്ടത് എന്ന രീതിയിൽ കണ്ടുകൊണ്ടായിരുന്നു ഞാൻ അന്ന് നോക്കിയിരുന്നത്. കാരണം ഇത് നമ്മുടെ കൂടെ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് എന്താണ് സംശയം, അത് നമുക്കും സംശയം വരുമല്ലോ. അപ്പോൾ അതിൽ നോക്കും, ക്ലാസ് എടുത്ത് നോക്കും എന്താണ് അതിന്റെ ഉത്തരം. ചിലപ്പോൾ ചിലർ ഏതെങ്കിലും ചോദ്യത്തിന് എ ആണ് ഉത്തരം എന്ന് പറയും, മറ്റൊരു കൂട്ടര് ബി ആണ് ഉത്തരം എന്ന് പറയും. അങ്ങനെ 4 ഓപ്ഷനും സംശയമുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ക്ലാസ് എടുത്ത് നോക്കും. ഗ്രാമറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഗ്രാമാർക്കിസിന്റെ ക്ലാസ് എടുത്ത് നോക്കും, നോട്ട് എടുത്ത് നോക്കും. ഞാൻ എഴുതി വെച്ചിട്ടുള്ള നോട്ട് എടുത്ത് നോക്കും. അതിലൊന്നിലും സംശയം പോകുന്നില്ലാണെങ്കിൽ നമ്മളെ ChatGPT ജെമിനിയോ അല്ലെങ്കിൽ ഗൂഗിളിലോ യൂട്യൂബിലോ ഏതൊക്കെ സോഴ്സുകൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അടുത്ത പോയിന്റ് എൻ്റെ അതായിരുന്നു, ഡീപ്പ് സ്റ്റഡി എന്നുള്ളത്. ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിലുള്ള ഇങ്ങനെ വരുന്ന ഓരോ സംശയങ്ങളും ഓരോ സംശയത്തിന് പലരും നൽകുന്ന ക്ലാരിഫിക്കേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അധികം ശ്രദ്ധിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏരിയ ഡിസ്കഷൻ എന്നുള്ളത് ഏത് രീതിയിലായിക്കോട്ടെ, ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, നിങ്ങൾ പരമാവധി നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊന്നും ഒരു ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന എല്ലാം ഷെയർ ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ അല്ല. ഞാൻ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ അങ്ങനെ ആക്റ്റീവ് ആകാൻ കാരണം അതിൽ നിന്ന് ഉപകാരം ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അത് മുമ്പേ ഉള്ളവരും നമ്മുടെ സാറന്മാരൊക്കെ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഡിസ്കഷൻസിൽ നിങ്ങൾ പരമാവധി പങ്കാളികളാകുക എന്നുള്ളതാണ് അടുത്തൊരു ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡീപ്പ് സ്റ്റഡി അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ ക്ലാരിറ്റി വരുത്തിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അടുത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അതിനുള്ള ക്ഷമയോ അവസരം നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇടക്കിടക്ക് ആക്ടിവിറ്റി ഗ്രൂപ്പിലോ മറ്റ് ഗ്രൂപ്പുകളിലോ ഒക്കെ ആയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പൊന്തി വരുന്ന സംശയങ്ങൾ, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ, അതൊക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആ ഒരു ഏരിയകളിൽ ഡീപ്പായിട്ടൊരു പഠനം നടത്താൻ നിങ്ങൾ തയ്യാറാകുക. അത് സമയം കിട്ടുമ്പോൾ മതി, അത് മാറ്റി വെക്കുക, അതിനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് സമയം കിട്ടുമ്പോൾ അതിന് ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഏതെങ്കിലും വിഷയം ഇതിലൊന്ന് നോക്കണം, ഇത് കുറച്ചുകൂടി നോക്കാനുണ്ട് എന്ന് തോന്നുന്ന ഓരോ ഏരിയകളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിലെ കൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുക. സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ സാർമാരോട് ചോദിക്കുക. നഹബിലൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മളെ ഹാരിസ് സാറൊക്കെ ചോദിച്ചാൽ ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പെഡഗോജി തുർക്കുത്ത് ദരീസ് നമ്മളെ മുനവർ ടീച്ചറോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഖാലിദ് സാറോട് ചോദിച്ചിട്ടുണ്ട് ബലാഗയിൽ. അങ്ങനെ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ സംശയം ഉണ്ടോ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത്
കൺസെപ്റ്റ് മൊത്തം ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുക. അതെല്ലാ ഭാഗവും കഴിയില്ല. നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്ന, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനെ പൊന്തി വരുന്ന കാര്യങ്ങൾ മാത്രം അതെങ്കിലും നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, എക്സാം റൈറ്റിംഗ് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരീക്ഷ എഴുതുന്നത് പോലെ ഒരു മോക്കായിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട്, അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ഉള്ള 20 ജനറലും 80 അറബിക്കുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ എടുത്തിട്ട്, എന്തോ ആയിക്കോട്ടെ, PYQ ആയിക്കോട്ടെ, മോഡൽ ആയിക്കോട്ടെ, അതൊന്ന് എടുത്തിട്ട് ടൈം ഫിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 90 മിനിറ്റ് ആണല്ലോ, 1.5 മണിക്കൂറാണല്ലോ PSC എക്സാമിന് ടൈം. ഞാൻ 1 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എക്സാം റൈറ്റിംഗ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. അത് ടൈം മാനേജ്മെന്റ് നമ്മളെ നന്നായിട്ട് സഹായിക്കും. അതുപോലെ നെഗറ്റീവ് അവോയ്ഡ് ചെയ്യാനും നന്നായിട്ട് സഹായിക്കും. 1.5 മണിക്കൂർ എന്നുള്ള ചുരുക്കിയിട്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം റൈറ്റിംഗ് ചെയ്ത് നോക്കുക. ഒരുപാട് ചെയ്ത് നോക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതാണ്, തെറ്റ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഒരു പുസ്തകം നിങ്ങൾക്ക് അതിന് വേണം. ആ ഒരു പുസ്തകത്തിൽ അത് എഴുതി വെക്കുക. തെറ്റ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യം എഴുതി വെക്കുക, കറക്റ്റ് ഉത്തരം അതിൽ എഴുതി വെക്കുക. ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഫാക്റ്റുകൾ എഴുതി വെക്കുക. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഴുതി ചേർക്കാനുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ എഴുതി ചേർക്കുക. അപ്പൊ നമ്മളൊരു എക്സാം റൈറ്റിംഗ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മോക്ക് അറ്റൻഡ് ചെയ്യുകയാണെന്നാണെങ്കിൽ 1 മണിക്കൂർ ഞാൻ പറഞ്ഞ പോലെ, അങ്ങനെയാണെങ്കിൽ അതിലൊരു 30 അല്ലെങ്കിൽ ഒരു 25 മിസ്റ്റേക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു എക്സാം റൈറ്റിംഗിന് ശേഷം ആ ഒരു പുസ്തകത്തിലേക്ക് നിങ്ങൾ 25 എൻട്രി നടത്തും. ഞാനിത് ചെയ്യാൻ കാരണം, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങളങ്ങനെ ചെയ്യണം എന്ന് പറയാൻ കാരണം, പലപ്പോഴും നമ്മൾ അതിപ്പോ എക്സാം റൈറ്റിംഗിന്റെ മാത്രമല്ല, മോക്കിന്റെ മാത്രമല്ല, ഒരു 10 ചോദ്യങ്ങൾ മാത്രമുള്ള, അല്ലെങ്കിൽ 15 ചോദ്യങ്ങൾ മാത്രമുള്ള ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും, ഗൂഗിൾ ഫോം ക്വിസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ വരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യാണ്, പക്ഷേ തെറ്റായിട്ട് വരികയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണെങ്കിലും എന്തായാലും ഈ പുസ്തകത്തിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യാം. അപ്പൊ അങ്ങനെ പറയാൻ കാരണം, നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഒരു ഗൂഗിൾ ഫോം ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു, 10 ചോദ്യങ്ങളാണ്, 8 ശരിയായി, 2 തെറ്റി. അപ്പോൾ നമ്മൾ ഷോ ആൻസേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കാണുമല്ലോ, റെഡ് കളറിൽ കാണുമല്ലോ, ഇതെന്റെ തെറ്റി, ഇതായിരുന്നല്ലോ ഉത്തരം എന്ന് നമ്മളിങ്ങനെ മനസ്സിലൊന്ന് പറയും. എന്നിട്ട് നമ്മൾ ഓവർ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ മനസ്സിലിങ്ങനെ പറയും, ഇനി ഇതിന്റെ തെറ്റില്ല, ഒരു വട്ടം തെറ്റിയല്ലോ, ഇനി തെറ്റില്ല എന്ന് പറയും. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു അടുത്ത ദിവസം ആ ചോദ്യം കാണുകയാണെങ്കിൽ ചിലപ്പോൾ ശരിയാക്കും, 2 ദിവസം കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിലും ചിലപ്പോൾ ശരിയാക്കും. പക്ഷെ അതുമായി ഒരു ബന്ധവുമില്ലാതെ അതിലേക്ക് വീണ്ടും ഒന്ന് തിരിഞ്ഞു വെക്കാതെ പിന്നെ ഒരു 2 മാസമോ 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അത് തെറ്റാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അത് സംഭവിക്കാൻ പാടില്ല. ഒരു തവണ നമ്മളെ വീഴ്ത്തിയ, അല്ലെ, ഒരു മാളത്ത് തന്നെ 2 തവണ കടിക്കില്ല എന്നാണല്ലോ. അപ്പോ ആ വീഴ്ത്തിയ ആ ചോദ്യം പിന്നെ നമ്മൾ വീഴ്ത്താൻ പാടില്ല. അത് വീഴ്ത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ രീതിയിൽ ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ട്, ഒരു പുസ്തകം അതിനായിട്ട് സെറ്റ് ചെയ്തിട്ട്, ഇങ്ങനെ നമുക്ക് തെറ്റിയ ചോദ്യങ്ങൾ അതിൽ എഴുതി വെക്കുക. അത് ഇടക്കിടക്ക് ഞാൻ പറഞ്ഞ പോലെ സ്റ്റിക്കി നോട്ട്സ് വായിക്കുന്നത് പോലെ, റിവിഷൻ ചെയ്യുന്നത് പോലെ ഇതും ഇതിന്റെ ഭാഗമാക്കുക. ഒരു റെഗുലറായിട്ട്, റുട്ടീനായിട്ട് ഇതിന്റെ ഭാഗമാക്കുക. ഇടക്കിടക്ക് ഈ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ ഇട്ട് വരുത്തുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിനായിട്ട്. പിന്നെ എക്സാം റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് പിന്നെ നമ്മൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ ചെയ്യേണ്ടതും എക്സാം റൈറ്റിംഗിൽ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് ഒരു കാര്യം പറയാം. രണ്ടിലും ചെയ്യണം. ഒരു റൗണ്ട്, 2 റൗണ്ടായിട്ട് നമ്മൾ എക്സാം റൈറ്റിങ്ങിനെ കാണണം. ഞാനൊക്കെ 1 മുതൽ 100 വരെ നേരിട്ട് ചെയ്യുന്ന ഒരാളാണ്. ജനറൽ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്ന ഒരാളല്ല. പിന്നെ അതുപോലെ ഓരോ ഈ ചോദ്യം അറ്റൻഡ് ചെയ്തതാണ്, ഈ ചോദ്യം പിന്നിലേക്ക് മാറ്റി വെച്ചതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടല്ലോ, സംവിധാനം ഉണ്ടല്ലോ. ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാകും. കറക്റ്റ് നമ്മൾ ഉത്തരം മാർക്ക് ചെയ്തിട്ടുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യം നമ്പറിന്റെ അവിടെ ഒരു വെട്ടിടും. ഇനി ഉത്തരം മാർക്ക് ചെയ്തിട്ടില്ല, പിന്നെ നോക്കാം എന്ന് കരുതുകയാണെങ്കിൽ ആ ചോദ്യ നമ്പറിന് ഒരു റൗണ്ട് ഇടും. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം, പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം എന്ന് നിലയ്ക്ക് ഞാൻ പറയണം കേട്ടോ. അതായത് 1ാമത്തെ റൗണ്ടിൽ എന്ത് ചെയ്യാം,
ആദ്യത്തെ 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നതിന് ഒന്നാമത്തെ റൗണ്ട് എന്നുള്ളതൊക്കെ കാണാം. ആ ഒരു ഒന്നാമത്തെ റൗണ്ടിൽ 4 ഓപ്ഷനുകളിൽ ഇത് തന്നെയാണ് ശരി എന്ന് ഉറപ്പുള്ളത് മാത്രം കറുപ്പിക്കുക. ബാക്കിയുള്ളതൊക്കെ, അതായത് എനിക്ക് തീരെ അറിയില്ല എന്നതാണെങ്കിൽ അത് വിട്ടുകളയാം. ബാക്കിയുള്ളതുണ്ടാവുമല്ലോ, ഓപ്ഷൻ ഡി എന്തായാലും അല്ല, എയോ ബിയോ സിയോ ആണ് എന്ന് കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ 3 കൺഫ്യൂഷൻ ഉള്ളത്, അതുപോലെ 2 കൺഫ്യൂഷൻ ഉള്ളത്. അത് ഈ 2 ടൈപ്പ് എന്ത് ചെയ്യാം, ഒന്ന് റൗണ്ട് ഇട്ട് വെക്കുക. മാർക്ക് ഫോർ റിവ്യൂ നമുക്ക് ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഓഫ്ലൈനായിട്ട് നിങ്ങൾ അങ്ങനെ റൗണ്ട് ഇട്ട് വെക്കുക. ഒന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാകും ഏകദേശം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയിട്ടിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഏകദേശം പരീക്ഷ എഴുതുന്ന ഒരാളാണ് നമ്മളും, മറ്റുള്ളവരെ പോലെ തന്നെ പരീക്ഷ എഴുതുന്ന ഒരാളാണ് നമ്മളും. അപ്പോൾ ഇനി റിസ്ക് എടുക്കാൻ, അതായത് നെഗറ്റീവ് മാർക്ക് ഇനി വരാൻ എനിക്ക് താങ്ങാൻ കഴിയോ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ചിലപ്പോൾ നമ്മളൊരു 20 25 റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടാകും, സെക്കൻഡ് റൗണ്ടിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാകും. അതെന്ത് ചെയ്യാം, അതിൽ നിന്ന് ഇപ്പോൾ എത്രയാണ് റിസ്ക് എടുക്കാൻ, എത്ര റിസ്ക് എടുക്കാനാണ് ഞാൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒരു കാൽക്കുലേഷൻ നടത്തുക. എന്നിട്ട് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസ്ക് മാത്രം എടുക്കാൻ നിങ്ങൾ തയ്യാറാകുക. അപ്പോൾ ഒരു 3 മാർക്ക് എനിക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കുറഞ്ഞാലും കുഴപ്പമുണ്ടാകൂല എന്ന് കരുതുന്നു എന്നാണ് നിങ്ങളെ ഒരു മെന്റാലിറ്റി എന്നാണെങ്കിൽ റൗണ്ട് ഇട്ട് വെച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് കൂടുതൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു 9 അല്ലേ, ആ 9 നിങ്ങൾക്ക് അർപ്പിക്കുക. അപ്പോൾ വേഴ്സ്റ്റ് കേസ് സിനേരിയോ ആ 3 മാർക്ക് പോകും എന്നാണല്ലോ. പക്ഷെ അങ്ങനെ പോകില്ല, കാരണം കുറച്ചൊക്കെ സാധ്യത നമുക്ക് കിട്ടുമല്ലോ. 2 ഓപ്ഷനുകളിൽ ഏതോ ഒന്നാണെന്നൊക്കെ പറയുമ്പോൾ 50% ചാൻസ് അവിടെ ഉണ്ടല്ലോ ഓരോന്നിലായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു, 2ാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മോക്കായിട്ട് എഴുതി നോക്കുമ്പോൾ, പ്രാക്ടീസ് ആയിട്ട് എഴുതി നോക്കുമ്പോൾ 1 മണിക്കൂറിനകം ചെയ്യണം. ആക്ച്വൽ എക്സാമിൽ നമുക്ക് ഒരിക്കലും 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, 1.5 മണിക്കൂറാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്നാമത്തെ റൗണ്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ തീർക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. 1000 ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആ സമയത്ത് എടുക്കുക. ബാക്കിയുള്ള സമയം കൊണ്ട് 2ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. 3ാമത്തെ റൗണ്ട് ഇല്ല, 3ാമത്തെ റൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നെഗറ്റീവോടെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ 2 റൗണ്ടിൽ തീർക്കുക. എന്നിട്ട് സമയം ബാക്കിയാണെന്നുണ്ടെങ്കിൽ പെന്നോടെ മാറ്റി വെക്കുക, ഒന്നും ഏതായിരിക്കണ്ട, എക്സാം കഴിഞ്ഞു കരുതിയിട്ടാണ് ഇരുന്നാൽ മതി. എൻ്റെ അനുഭവത്തിൽ വെച്ച് എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയ പല കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത്രയൊക്കെയാണ് നിങ്ങളോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചതിൽ ഓർമ്മയുള്ളത്. അതുപോലെ നമ്മുടെ സാർമാരൊക്കെ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ പരമാവധി ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പിന്നെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, വളരെ നന്നായി പ്രാർത്ഥിക്കുക, ഒരുപാട് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ നമ്മൾ കാരണമാകുക, മറ്റുള്ളവരെ സഹായിക്കുക പഠനത്തിൽ. അതൊക്കെ ചെയ്യുമ്പോൾ പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപാട് തവക്കുൽ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഭംഗിയായ ഒരു വിജയം അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഒരു അവസരത്തിന്, അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകർക്ക്, അഡ്മിൻസിന് എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. ജസാക്കുമുല്ലാഹ്, അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.